അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ബംഗാൾ സർക്കാർ. പശ്ചിമ ബംഗാളിലെ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുന്നതിനുള്ള ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് നയം നടപ്പിൽ വരുത്തി പുതിയ BJP സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആന്റി ഇൻഫിൽട്രേഷൻ ഡ്രൈവിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യ ദിവസങ്ങളിൽ തന്നെ 11 താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഉൾപ്പെടെ 335 സംശയിക്കപ്പെടുന്ന വ്യക്തികളെയാണ് നിലവിൽ ഈ താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബാസിർഹട്ട് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംസ്ഥാന പോലീസ്, ഇന്റലിജൻസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടെയാണ് അനധികൃതമായി താമസിക്കുന്ന വിദേശികളെ കണ്ടെത്തുന്നത്. ഇവർ വ്യാജ രേഖകൾ വഴി നേടിയെടുത്ത റേഷൻ കാർഡ്, ആധാർ, വോട്ടർ ID തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ റദ്ദാക്കുക, വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കുക തുടങ്ങിയ നടപടികളും തുടരുകയാണ്. കോടതി നടപടികളുടെ നീണ്ട താമസം ഒഴിവാക്കി ഇവരെ നേരിട്ട് BSFന് കൈമാറി ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുക എന്നതാണ് BJP സർക്കാർ പദ്ധതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാസാക്കിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നടപടിക്രമങ്ങൾ. ഈ നിയമപ്രകാരം ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറന്റ് ഇല്ലാതെ തന്നെ സംശയാസ്പദമായ വിദേശികളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പരിധിയിൽ വരാത്ത എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും നാടുകടത്തുമെന്നാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംശയാസ്പദമായി കസ്റ്റഡിയിലെടുക്കുന്നവരെ തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും 30 ദിവസത്തിനുള്ളിൽ ഇവരുടെ ബയോമെട്രിക് വിവരങ്ങളും പൗരത്വവും പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് ബംഗാൾ സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത്. അതേസമയം തടങ്കൽ കേന്ദ്രങ്ങളിൽ അടയ്ക്കുമെന്ന ഭയത്തെ തുടർന്ന് നിരവധി അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിലേക്കും ട്രാൻസിറ്റ് ടെർമിനലുകളിലേക്കും കൂട്ടമായി എത്തുകയാണ്. അതിർത്തി കടക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശികൾ തങ്ങൾ എങ്ങനെയാണ് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതെന്നും രേഖകൾ ഒപ്പിച്ചെടുത്തതെന്നും ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ചിലർ നദികൾ നീന്തിക്കടന്നാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് വിവരിക്കുന്നു. മറ്റു ചിലർ ഇടനിലക്കാർ രാത്രിയുടെ മറവിൽ അതിർത്തി കടക്കാൻ എങ്ങനെ സഹായിച്ചുവെന്നും വെളിപ്പെടുത്തുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിൽ എന്തെങ്കിലും പഴുതുകൾ കണ്ടെത്തിയാൽ വെറും 10 മിനിറ്റിനുള്ളിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഒരാൾ പറയുന്നു. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു ശൃംഖലയാണ് തങ്ങൾക്ക് തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി നൽകിയതെന്നും ചിലർ അവകാശപ്പെടുന്നു. വിവിധ പദ്ധതികൾ വഴി തങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടിക്കിടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് അഭയം നൽകുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യരുതെന്നും പകരം അതിർത്തിയിൽ നേരിട്ട് BSFന് കൈമാറണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബംഗാളിലെ അനധികൃത കുടിയേറ്റക്കാർക്കുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ കണ്ടെത്തി വിച്ഛേദിച്ചു വരികയാണെന്നും BJP സർക്കാർ അറിയിച്ചു. പശ്ചിമ ബംഗാളിലെ അതിർത്തി ജില്ലകളിൽ സമീപ ആഴ്ചകളിൽ പരിശോധനയും നിരീക്ഷണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തടങ്കൽ കേന്ദ്രങ്ങളോ നാടുകടത്തൽ നടപടികളോ ഒഴിവാക്കാൻ ആളുകൾ സ്വമേധയാ ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാർ സ്വന്തം നിലയിൽ മടങ്ങുന്നതിനാൽ സർക്കാർ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ BSF ഉദ്യോഗസ്ഥരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും കാവലിൽ കുറവുണ്ടാകുമ്പോഴെല്ലാം ആളുകളെ അതിർത്തി കടത്തിവിടുകയും ചെയ്യുന്ന ഒരു ഇടനിലക്കാരന് താൻ 7000 മുതൽ 8000 രൂപ നൽകിയെന്നാണ് ബംഗ്ലാദേശിലെ കുഷ്തിയ ജില്ലയിൽ നിന്നുള്ള ഒരു ആചാരി പറഞ്ഞത്. അതിർത്തിയിൽ സൈന്യമുണ്ടായിരുന്നിട്ടും ഒരു ഏജന്റിന് 20,000 രൂപ നൽകി താൻ അതിർത്തി കടന്നുവെന്ന് മറ്റൊരു ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ അവകാശപ്പെടുന്നു. കുഷ്തിയയിൽ നിന്നും ഒരു ഇടനിലക്കാരൻ വഴി ഇന്ത്യയിലേക്ക് കടന്നതെന്ന് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ ഹാൽദിയ ലൈവ് എന്ന പ്രാദേശിക YouTube ചാനലിനോട് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ കേരളത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു മുറി വാടകയ്ക്ക് എടുക്കാൻ പോലും രേഖകൾ ചോദിക്കുന്നു. എന്റെ പക്കൽ അവയൊന്നുമില്ല. തുടർന്ന് അതിർത്തി കടക്കുന്ന രീതിയും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.